കോഴിക്കോട് മണിയൂരിൽ അബോധാവസ്ഥയിലായ 3 മാസം പ്രായമുള്ള മകനെ CPR നൽകി രക്ഷപ്പെടുത്തിയ പിതാവിന് കൈയടിച്ച് നാട്. പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത് എങ്ങനെയെന്ന് വിവരിക്കും വടകര ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ. ഇപ്പോ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ് ഇൻഫന്റ് ആണ്, അതായത് ജനിച്ച മുതൽ കുട്ടി 1 വയസ്സാകുന്നത് വരെയുള്ള കുട്ടിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. സുരക്ഷിതമായിട്ട് നമ്മൾ കുട്ടിയെ കിടത്തണം. അതാണ് ആദ്യത്തെ സീൻ എന്ന് പറയുന്നത്, സീൻ സേഫ്റ്റി. രണ്ടാമത് നമ്മൾ ഈ സീൻ സേഫ്റ്റി നോക്കുന്നതോടൊപ്പം തന്നെ ഒരു എമർജൻസി നമ്പറിലേക്ക് നമ്മൾ വിളിച്ച് ആംബുലൻസിനെ അറേഞ്ച് ചെയ്യുക. ഇനി നമ്മൾ ബോധം ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ കുട്ടിക്ക് കംപ്രഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ നോസിൽ നിന്ന് താഴോട്ടും 2 നിപ്പിളിന്റെയും മധ്യത്തിലായിട്ട് 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് എന്ത് നൽകേണ്ടത്, കംപ്രഷൻ നൽകേണ്ടത്. അത് 15:2. 15 തവണ നമ്മൾ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് 2 റെസ്ക്യൂ ബ്രീത്ത് കുട്ടികൾക്ക് നൽകണം. കൊച്ചു കുട്ടികൾക്ക് സാധാരണ രീതിയിൽ നമ്മളെക്കാൾ ഓക്സിജന്റെ അളവ് കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കംപ്രഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുട്ടിയെ കയ്യിലെടുത്ത് നമ്മൾ ഈ രൂപത്തിൽ 15 തവണ നമ്മൾ ചെയ്യുന്നു. 1, 2. കുട്ടിക്ക് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാകുന്നത് വരെയോ, അല്ലെങ്കിൽ ഒരു ആംബുലൻസ് നമ്മൾ അടുത്ത് എത്തുന്നത് വരെയോ, അല്ലെങ്കിൽ ആംബുലൻസിൽ നിന്ന് നമ്മൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തുന്നവരെയോ ഈ പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ചോക്കിംഗ് എന്ന് പറയുന്നത് മുലപ്പാൽ കുടുങ്ങിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ അറിയാതെ എടുത്തിട്ടോ തൊണ്ടയിൽ ഭക്ഷണം ഭാഗികമായി കുടുങ്ങാറുണ്ട്, പൂർണ്ണമായിട്ടും കുടുങ്ങുന്ന അവസ്ഥ വരാറുണ്ട്. കുട്ടിയെ ഇതുപോലെ നമ്മുടെ കൈവെള്ളയിലേക്ക് കുട്ടിയെ മലർത്തി കിടത്തുന്നു. എന്നിട്ട് ഇത് നമുക്കറിയാം, ഈ കുട്ടിയുടെ വായിൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ കൈവെക്കുന്നു. ശേഷം 2 കാലുകളും നമ്മുടെ വലത് നമ്മുടെ കൈ വെച്ചിട്ട് പുറത്ത് നമ്മുടെ ഈ ഭാഗം കൊണ്ട് കുട്ടിയുടെ പുറം ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 5 തവണ. അതിനുശേഷം അൺകോൺഷ്യസ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അൺകോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ CPR നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം.